ഹലോ, ഇന്നൊരു സൺഡേ ആണ്. സമയം രാവിലെ 8:30 ആയിട്ടുണ്ട്. ഇന്ന് എനിക്കൊരു ഹൗസ് വാമിംഗ് ഉണ്ട് കേട്ടോ. അത് ഇവിടെയല്ല, കുട്ടനാട്ടിലാണ്. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. കാരണം പാറിന് ചെറിയൊരു കോൾഡും പ്രശ്നമൊക്കെ ഉണ്ട്. ഈ ആഴ്ച പാറിൻ്റെ സ്കൂളിൽ അവളുടെ കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അതുകൊണ്ട് എല്ലാവരും കൂടെ പോകണ്ടെന്ന് കരുതി. എൻ്റെ കസിൻ്റെയാണ്. അപ്പോൾ ഞാനിവിടുന്ന് പോവാം. കുട്ടനാട്ടിലാണെന്നുള്ളതാണ് ഇന്നത്തെ ഹൗസ് വാമിങ്ങിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ വലിച്ചു നീട്ടുന്നില്ല. വെൽക്കം ടു എ ന്യൂ വീഡിയോ ഓഫ് മൈ നെയിം ഈസ് മിയ. പിന്നെ ഒരാൾ ചോദിച്ചായിരുന്നു എൻ്റെ പേര് കേട്ടോ. എൻ്റെ പേര് ജിക്കി എന്നാണ്, JIKKI. മിയ മോളാണ്. അപ്പം മിയയാണ് ഈ ചാനൽ തുടങ്ങി ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് എനിക്ക് മടിയായിരുന്നു. ഇപ്പോൾ ഞാനിതങ്ങ് ഏറ്റെടുത്ത്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാ പോട്ടെ. സൺഡേ ആയതുകൊണ്ട് രണ്ടുപേരും ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നതേ ഉള്ളൂ. ഞാൻ വൈറ്റില ഹബ്ബിലെത്തിയപ്പോൾ തന്നെ എനിക്കൊരു KSRTC ബസ് ട്രിവാൻഡ്രത്തോട്ട് പോകുന്നത് കിട്ടി. അതിൽ കയറിയിരിക്കുക കേട്ടോ. സൺഡേ ആയതുകൊണ്ടായിരിക്കും ബസ്സിൽ അത്യാവശ്യം കാലിയായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ കൃപാസനം വന്നപ്പോൾ ഇറങ്ങി. ഇപ്പം ബസ്സിൽ കയറിയ കൃപാസനം ആകുമ്പോൾ ആൾ കയറുക ഇറങ്ങുകയൊക്കെ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്. നല്ല തിരക്കുള്ളൊരു പള്ളിയാണത്. ഞാനിന്ന് ആലപ്പുഴയിൽ ഇറങ്ങിയിട്ടാണ് പോകുന്നത്. ആലപ്പുഴ എത്തിയപ്പം പെട്ടെന്ന് എനിക്കൊരു ചങ്ങനാശ്ശേരി ഫാസ്റ്റ് കിട്ടി. ഓടിപ്പോയി അതിൽ കയറി. അപ്പോൾ ഈ കാണുന്നത് AC റോഡാണ്. അതായത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൻ്റെ ഷോർട്ട് ഫോമാണ് AC റോഡ്. അങ്ങനെ കുട്ടനാടിൻ്റെ വഴികളിലൂടെയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ കാണാൻ നിർവാഹം ഇല്ലായിരുന്നു. എന്തെന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു. പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷട്ടർ പൊക്കി നോക്കും. ആ സ്റ്റോപ്പ് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പം ഞാൻ കണ്ടക്ടറോട് പറഞ്ഞു അവിടെ എത്തുമ്പോൾ എന്നോട് പറയണം. ഇത് കൂടാതെ ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ട്, സപ്പോസ് പുള്ളി മറന്നുപോയാൽ ഞാൻ പെട്ടുപോകത്തില്ലേ. ഇന്നീ പോകുന്ന സ്ഥലത്തേക്ക് ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് വന്നിട്ടില്ല. ചെറുതിലെ പപ്പായ അമ്മയായിട്ട് വരുമെങ്കിൽ, പിന്നെ കല്യാണം കഴിച്ചപ്പോൾ ഹസ്ബൻഡുമായിട്ട് കാറിലാണ് വന്നിട്ടുള്ളത്. എന്നാലും ഒറ്റയ്ക്ക് എവിടെയും പോകാൻ മടിയില്ല. ചോദിച്ചു പോകാമെന്നുള്ളൊരു ധൈര്യമുണ്ട്. അറിയോ അവിടോട്ടാ പോകണ്ടേ? ഞാൻ കയറിയ ആ ഓട്ടോയിലെ ചേട്ടന് ആ വീട് അറിയാം, ആളെ അറിയാമെന്നൊക്കെ പറഞ്ഞു. ഞാനപ്പോൾ ആലോചിക്കായിരുന്നു, ഇവിടെ എറണാകുളത്ത് വന്ന് നമ്മുടെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് എൻ്റെ പേര് പറഞ്ഞാലോ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് പറഞ്ഞാലോ ഒരു കുഞ്ഞുങ്ങളും അറിയത്തില്ല. ഈ സ്ഥലത്തുള്ള ആളുകളുടെ പേര് പറഞ്ഞാൽ പോലും അവർക്ക് അത്രയും അറിയില്ല. പിന്നെ അല്ലെങ്കിൽ നമ്മൾ അത്രയും വലിയ പ്രശസ്തരൊക്കെ ആയിരിക്കണം. പക്ഷേ എൻ്റെ നാട്ടിലിങ്ങനെ ആയിട്ടോ. ആ ജംഗ്ഷനിൽ വന്നിറങ്ങി ആരുടെ അടുക്കലാണെങ്കിലും നമ്മുടെ വീട്ടുപേര് പറഞ്ഞാൽ മതി, നമ്മുടെ വീട്ടിൽ കൊണ്ട് നാക്കി കൊടുക്കും. അതൊരു പ്രധാന വ്യത്യാസമാണ് ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിലുള്ള. അങ്ങനെ നമ്മൾ പാലുകാച്ചി വീട്ടിലെത്തി. എന്തായാലും ആ പാല് കാച്ചുന്ന ഒരു അടുപ്പ് കാണിക്കാമെന്ന് കരുതി. ഇതാണ് എൻ്റെ കസിൻ കൃപ. ഇവരുടെ വീടിൻ്റെ പാലുകാച്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അവളുടെ മുടി കാണിക്കാൻ നീ ഒന്ന് തിരിഞ്ഞ് നിൽക്കാൻ പറഞ്ഞു. അവൾക്ക് ചിരി വന്നിട്ട് വയ്യ. എന്തായാലും ഇനി ഫുഡ് കഴിക്കണം. ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് അധികം നേരം ഒന്നും നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ എല്ലാവരെയും കണ്ടു. ആ സമയത്തൊന്നും ഫോൺ എടുക്കാനോ വീഡിയോ ചെയ്യാനോ ഒന്നും പറ്റില്ല കേട്ടോ. അത് വേറൊരു വൈബാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മുടെ കസിൻ പിള്ളേർ തന്നെ എന്നെ കൊണ്ടുവന്ന് ജംഗ്ഷനിൽ ഇറക്കി. അവിടുന്ന് ഞാൻ ബസ്സിൽ കയറിയത് നേരെ ആലപ്പുഴ പോവാണ്. അവിടുന്ന് വേണം എറണാകുളത്തേക്കുള്ള ബസ് പിടിക്കാനായിട്ട്. ഞാനില്ലത്തെ പ്രമാണിച്ച് അച്ഛനും മക്കളും കൂടി ഇന്ന് ലുലു മോളിൽ പോയേക്കാണ്. അവർക്ക് അവിടെ ഫണ്ടൂരയിൽ പോകാൻ. അങ്ങനെ വൈറ്റിലെത്തി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നുകൊണ്ട് ഒരു ചായ കുടിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോയത്. ഞാനിന്ന് പോയ ഹൗസ് വാമിങ്ങിൻ്റെ ആദ്യത്തെ ചടങ്ങാണ് ഈ കാണുന്നത്. അതൊന്നും എടുക്കാൻ ഞാനില്ലായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.